തമിഴ്നാട് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വനിതാ വ്യാവസായിക തൊഴിൽ ശക്തിയുടെ ഒരു പവർ ഹൗസാണ്. അതിന് കാരണം രാജ്യത്തെവിടെയുമുള്ള വനിതാ തൊഴിൽ ശക്തിയുടെ 43% യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. കൂടാതെ നിർമ്മാണ മേഖലയിലേക്ക് തൊഴിൽ ശക്തിയിലേക്ക് സ്ത്രീകളെ വളരെ ഭംഗിയായി സംയോജിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത നിർമ്മാണ യൂണിറ്റുകളിൽ രാജ്യത്തെ ഏകദേശം 16 ലക്ഷം സ്ത്രീകളുണ്ടെങ്കിൽ അവരിൽ ഏകദേശം 6.5 ലക്ഷം പേരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. എന്താലോചിച്ചാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? എന്താലോചിച്ചാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾക്ക് കാർഡിൽ മാസം 1000 രൂപ വരുന്നുണ്ട്. മോൻ കോളേജിൽ പഠിക്കുക, അതിന് 1000 രൂപ വരുന്നുണ്ട്. മാസം വർഷത്തിൽ എൻ്റെ മോന് 55,000 വരുന്നുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഇപ്പൊ കമ്പനിയിൽ ജോലി ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് കാശുള്ളൂ, ഇല്ലെങ്കില്ല. പക്ഷെ അത് ഈ ഭരണത്തിൽ വരുന്നതാണോ അതോ എപ്പോഴും വരുന്നതാണോ? ഇത് ഈ ഭരണത്തിൽ മാത്രം വരുന്നുള്ളൂ. സ്റ്റാലിന്റെ ഭരണത്തിൽ മാത്രമാണ് അത് വരുന്നത്. ഇപ്പൊ വിജയ് പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റി ഞങ്ങൾക്ക് അനുഭവം ഇല്ല, സിനിമയിൽ മാത്രമാണ് അനുഭവം. കലഞ്ചർ കാശ് വരുന്നുണ്ട്, കലഞ്ചർ കാശ് 1000 രൂപ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഭൂമിയുണ്ട്, കൃഷി, അതിന് 6000 രൂപ വരുന്നുണ്ട്. വർഷത്തിൽ 6000 രൂപ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് നല്ല സന്തോഷം തന്നെ. വിജയ് സപ്പോർട്ട് ഇല്ല. അദ്ദേഹത്തെ പറ്റി ഒന്നും തന്നെ അറിയില്ലല്ലോ നമുക്ക്. അറിയില്ല, നിങ്ങളിലൂടെ അദ്ദേഹത്തെ പറ്റി അറിയാം. ഞാൻ ദളപതിയാണ് അമ്മ, ദളപതിക്ക് വേണ്ടി വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ആരാണ് അദ്ദേഹം? വരുന്നില്ല. പക്ഷെ അദ്ദേഹം തന്നെ വരണം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനല്ല, ചുറ്റുമുള്ളവരും അത് തന്നെയാണ് കരുതുന്നത്. സ്റ്റാലിൻ തന്നെ വരണം. സോറി, വിജയ് ദളപതി തന്നെ വരണം. വിജയ് ദളപതി എന്തിനു വരണം? നിങ്ങൾക്ക് എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം തന്നെ വരണം. ഒരു ചെറുപ്പക്കാരൻ വരട്ടെ, വരുന്നോട് തന്നെ വന്നുകൊണ്ടിരുന്നാൽ അങ്ങനെ. പുതിയതായി ആരെങ്കിലും ഒരാൾ വരട്ടെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു നോക്കാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ പറ്റി വിഷമമുണ്ട്, നിങ്ങളെ പറ്റി വിഷമമുണ്ട്, അതൊക്കെ അദ്ദേഹം ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം വരണം. അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ വോട്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു എന്നൊന്നുമില്ല. അദ്ദേഹം വരട്ടെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. വന്നിരിക്കുന്നവരെന്ത് ചെയ്തു അത് തന്നെയാണ് അദ്ദേഹവും ചെയ്യാൻ പോകുന്നത്. ദളപതി വരട്ടെ, അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമല്ല. ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതെ, വിജയിന് ചെറുപ്പക്കാരനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. ചെറുപ്പക്കാരുമായി അദ്ദേഹം വരട്ടെ. നിങ്ങളും വോട്ട് ആ ഭാഗത്താണോ ഇടുന്നത്? അതെ, ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യും. വിജയ് ദളപതിയാണ്, ഞങ്ങളുടെ വോട്ട് അദ്ദേഹത്തിനാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് നാദറാണി. മീറ്റിംഗ് പോയിരുന്നോ? വെല്ലൂരിലേക്ക് മീറ്റിംഗിന് പോയിരുന്നോ? കാശ് തന്നോ? കൊടുത്തില്ലേ? ആർക്ക്? പൈസയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ദളപതി വരണം, അതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അദ്ദേഹം തന്നെ വരും.